റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഇടിച്ച വാഹനം ഏതെന്ന് സ്ഥിരീകരിക്കുന്നതിൽ ആശയക്കുഴപ്പം. ഇടിച്ച കാർ സ്ഥിരീകരിക്കാതെ പോലീസ്. ആദ്യം എഫ്ഐആറിലടക്കം ഡിഫൻഡറാണ് ഇടിച്ചതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളടക്കം ബെൻസ് കാറാണ് ഇടിച്ചതെന്ന് പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ബെൻസ് കാർ ഇടിച്ചാണ് യുവാവിന് മരണം സംഭവിച്ചെന്ന് RTO അടക്കമുള്ള ആളുകളും വ്യക്തമാക്കുന്നു. ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഇതിൽ MVD നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴും പോലീസിന് ഏത് കാറാണ് അപകടമുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെയാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു ദുരന്തമുണ്ടായത്. വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിൽ റീൽസ് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ഈ യുവാവ് വാഹനം ഇടിച്ച് മരിക്കുന്നത്. ഈ FIR-ലടക്കം ഡിഫൻഡർ ഇടിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ദൃക്സാക്ഷികളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് ഡിഫൻഡർ വാഹനം ഇടിച്ചല്ല മരണം സംഭവിച്ചിരിക്കുന്നത്, പകരം ബെൻസ് ഇടിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നൊരു മൊഴിയാണ് പല ഭാഗങ്ങളിൽ നിന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ രണ്ട് ഡ്രൈവർമാരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും മൊഴിയിൽ വലിയൊരു രീതിയിലുള്ള വൈരുദ്ധ്യം ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കൂടാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ ബെൻസ് വാഹനത്തിൽ ചില അടയാളങ്ങൾ, അതായത് മരണത്തിന് ശേഷമുള്ള, അതായത് രക്തക്കറകൾ ഉൾപ്പെടെയുള്ള അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ ബെൻസ് ആണ് ഇടിച്ചതെങ്കിൽ ഈ ബെൻസ് വാഹനത്തിൽ ഉൾപ്പെടെ ഇൻഷുറൻസ് ഒന്നുമില്ല എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇനിയുള്ള അന്വേഷണ ക്രമം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള CCTV-കൾ കേന്ദ്രീകരിച്ചാണ് കേസിന്റെ അന്വേഷണം പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ നിലവിൽ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ വാഹനം ഏതെന്ന് എന്നതിന് വ്യക്തത വരുത്തുക എന്നതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മരിച്ച ആൽവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. രജനി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.